ഇന്ന് നമുക്ക് ഓണം റെസിപ്പിയിലെ ഫസ്റ്റ് ഇഞ്ചി കറിയിൽ നിന്ന് തന്നെ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ 300 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി ഞാൻ ഇതുപോലെയാണ് മുറിച്ചിരിക്കുന്നത്. ഇനി ഇതൊന്ന് നല്ലെണ്ണയിൽ വറുത്തെടുക്കാം. നല്ലെണ്ണയിൽ വറുക്കുമ്പോഴാണ് എനിക്കിതിനൊരു സദ്യയുടെ തനത് ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത്. ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഇഞ്ചി വറുത്ത എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ആ എണ്ണയിലോട്ട് കറിവേപ്പില, പച്ചമുളക് ചേർത്ത് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ശേഷം ഒരു നെല്ലിക്ക വലുപ്പത്തിലെ പുളി പിഴിഞ്ഞതും കൂടെ ചേർത്ത് മധുരത്തിനാവശ്യമായ ശർക്കര കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന ഇഞ്ചി കൈകൊണ്ടൊന്ന് നല്ലപോലെ ഞെരടിയെടുക്കാം. ഇഞ്ചി ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കായവും കൂടെ ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. കറിക്ക് കുറച്ചുകൂടി ഗ്രേവി വേണമെന്ന് തോന്നിയാൽ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. മധുരവും എരിവും ഒക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. അവസാനമായി ഇതിലേക്ക് കടുക് വറുത്തൊഴിച്ചാൽ നമ്മുടെ അസൽ സദ്യ സ്റ്റൈൽ ഇഞ്ചിക്കറി ഇവിടെ റെഡി.